ഒരു വണ്ടിയെ കയറി ഇരുന്ന് എടുക്കുന്ന നമ്പർ എന്തൊക്കെ എടുക്കുന്നത്? എന്തൊക്കെ സീറ്റ് എടുക്കുന്നതെന്ന് കയറുമ്പോൾ ആദ്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ സീറ്റ് ബെൽറ്റ്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ ബ്രേക്ക് കാല് വെച്ചിട്ട് ന്യൂട്രലിടുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഡ്രൈ മോഡിലിടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, ഇൻഡിക്കേറ്റർ ഏത് സൈഡിലേക്കാണോ ആ ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് കൂരാച്ചുണ്ട് ടൗണ്. കൂരാച്ചുണ്ട ഇതിപ്പോ കണ്ണൂരാ കോഴിക്കോടാ ജില്ല? ഇത് കോഴിക്കോട്. നമുക്ക് എങ്ങോട്ടാ പോകണ്ട? നമുക്ക് അങ്ങോട്ട് ഓടിക്കണം, റൈറ്റ് ഇച്ചിരി അടുപ്പിക്കാം അല്ലേ, ലെഫ്റ്റ്. ഇനി ഇവിടെ തന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കൂരാച്ചുണ്ടാ? എത്ര നാളായി ലൈസൻസ് എടുത്തിട്ട്? ഞാനാ ഇവിടുന്ന് 1.5 മാസം കഴിഞ്ഞു. ലൈസൻസ് കഴിഞ്ഞ പിന്നെ 5 പേരുടെ കൂടെ, എന്നിട്ട് ഒരു കുന്തോ ആയിട്ടില്ലായിരുന്നു. അവര് ഒരു പ്രശ്നമില്ല, അവര് അത് ഓടിച്ചോടിച്ച് റെഡിയാവും. ഒരാൾക്ക് സ്പീഡിൽ പോണം, ഒരാളത് ഓടിച്ചോടിച്ച് റെഡിയാവും. സ്പീഡ് ഇല്ലാത്ത അങ്ങനെ ഇന്ന കുഴപ്പമൊന്നും ഇപ്പൊ അവർക്ക് അറിയത്തില്ലല്ലോ പറയാന്. ചുണ്ട് അങ്ങാടി പോയി കഴിച്ചാലോ? ഇപ്പൊ കഴിഞ്ഞു പോകുന്നത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ട, വീട്ടിൽ നിന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടായി. എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് അല്ല, ഇവിടെ ഉണ്ട് റിസർവ് ഉണ്ട്, ഇവിടെ നിർത്തിയാലോ നമുക്ക്. പോകുന്നു ഇവിടെ നിർത്തുന്നില്ല, സൈഡ് ഉണ്ടല്ലോ. അങ്ങോട്ട് പോവാനാ? പിന്നെ കൂടെ ഇവിടെ ഹോട്ടൽ ഇത് ഇത് നേരെ വന്നിട്ട് നമ്മുടെ വലിച്ചങ്ങോട്ടാണ് നേരെ നോക്കുന്നുണ്ട്. ഇവിടെ നടക്കത്തില്ലേ? സൈഡോട് ചേർത്ത് പിടി. ഇല്ലേ എന്റെ ദൈവം റിച്ചു ഞാൻ തന്നെയാണോ ഇവിടെ ഓടിക്കുന്നത്. 3-5 പേരുടെ പോയി, ഒരു 5-8 ദിവസം ഓടിച്ചു. പക്ഷെ ഒരു കോൺഫിഡൻസ് ആവുന്നില്ല, വളവ് പിന്നെ എന്താ ഒറ്റയ്ക്ക് പോകാനോ ഒരു പൊടിച്ചിറക്കാനുള്ള ഒരു ധൈര്യം ഇല്ല. അപ്പോഴാണ് ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടത്. അല്ല ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോഴാണ് പലരുടെ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോ നമുക്കൊരു കോൺഫിഡൻസ് തോന്നി. അപ്പൊ അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. കുറച്ചും കൂടെ മറ്റുള്ള വീഡിയോ കഴിഞ്ഞും കുറച്ചും കൂടി ഒരു വണ്ടി ഓടിക്കാൻ പറ്റുമെന്നൊരു തോന്നി. അതെ, പക്ഷെ അങ്ങനെയാണ് പ്രശ്നമാണ്. അല്ല തീർച്ചയായിട്ടും അല്ല. ആണെന്നോ പെണ്ണെന്നോ ഉണ്ടോ? ഇല്ല അതൊന്നുമില്ല. ഇപ്പൊ ഈ റോഡിനൊക്കെ വീതി തോന്നില്ലേ? പിന്നെ ഉണ്ട് തീരെ വീതിയില്ലായിരുന്നു. എങ്ങനെ സൈഡ് കൊടുക്കാം, എങ്ങനെ ഒഴിച്ചെടുക്കാം, എല്ലാം ഡൗട്ടായിരുന്നു. വളവ് ഭയങ്കര പ്രശ്നമായിരുന്നു. വളവില് നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോകാനുള്ള കോൺഫിഡൻസ് ആയില്ലേ? എന്നെ കൊണ്ടുവിടാൻ പറ്റുമോ? കൂരാച്ചുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവിടും. കൂരാച്ചുണ്ടാ ബസ് സ്റ്റോപ്പ്? കൂരാച്ചുണ്ട്. എന്നെ കൊണ്ടുവിടാൻ ഉറപ്പാണല്ലോ? ഉറപ്പ്. ഇവിടെ ഫുഡ് അത്ര പോരായിരുന്നല്ലേ? ഫുഡ് അത്ര പോരായിരുന്നു. അവിടെ മാനേജ്മെന്റ് മാറിയിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു ഇതിന് മുമ്പൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പൊ അവരുടെ മാനേജ്മെന്റ് മാറി. കോഴിക്കോട് ഫുഡ് നല്ല അടിപൊളി നല്ല ഫുഡായിരുന്നു. അവിടെ നല്ല ഫുഡായിരുന്നു. മോശമായി പോയി, ഇഷ്ടപ്പെട്ടില്ല. അത് അറിയില്ലായിരുന്നു അവര് മാനേജ്മെന്റ് പേരൊന്നും മാറ്റിയിട്ടില്ല. മാനേജ്മെന്റ് മാറിയപ്പോഴും സെയിം തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. വണ്ടി ഏത് റോഡിലൂടെ ഓടിക്കത്തില്ലേ? അല്ല ഇന്നടത്തൂടെ മാത്രം ഓടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ? ഇല്ല എല്ലാ റോഡും അല്ലേ? അത് നമ്മുടെ തെറ്റ് തന്നെയല്ലേ? ഇന്നടത്തൂടെ ഓടിച്ചാലേ വണ്ടി ഓടിക്കാൻ പഠിക്കണം, ഇത്ര ചെയ്യണം, അതൊക്കെ എത്ര ഓടിക്കണം, അതൊന്നും അല്ല. ഇന്ന വണ്ടിയാണല്ലോ ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലെ ഇന്നടത്തൂടെ മാത്രം ഓടിച്ചാലേ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റൂ, അങ്ങനെ വല്ല ഉണ്ടോ? ഇല്ല നമ്മുടെ മിസ്റ്റേക്ക് എന്നാണ് ക്ലിയർ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ വേണം. അപ്പൊ അതെന്തായാലും നല്ലൊരാളെ തന്നെയാ കിട്ടിയത്. തീർച്ചയായിട്ടും എന്നെ 100% മാർക്കും. ഞാൻ ആ വീഡിയോ കാണിക്കുന്ന ചുമ്മാ അല്ലെന്ന് മനസ്സിലായി. അല്ലല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ വണ്ടി വരും പേടിയൊന്നുണ്ടോ? ഇല്ല. ഇതിലെയാണ് നമ്മുടെ വഴിയിലേക്ക് കയറുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണ് ഇതിൽ കയറിക്കൊണ്ട് പോരുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഭയങ്കര പേടിയായിരുന്നു അവിടെയൊക്കെ കയറിക്കൊണ്ട് പോലെ. ഇതിപ്പോ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ട് മറ്റുള്ളവർ ഇതൊക്കെ തോന്നും ഇത് എക്സ്പീരിയൻസ് ഉള്ളവർ വണ്ടി ഓടിക്കുന്നവർ തോന്നും. നേരത്തെ ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആണോ?
അല്ല തീരെ ഇല്ല, തീരെ എക്സ്പീരിയൻസ് ഇല്ല. അല്ല തോന്നൊക്കെ അല്ലേ? അതെ അതെ അതെ. ഞാൻ ആ സ്റ്റിയറിംഗിൽ പോലും പിടിക്കാതെ ഇരിക്കുമ്പോഴേ അതെ അതെ ഇത്രയും ചെറിയ വഴി കൂടി ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുമ്പോ അതെ ആർക്കാരും തോന്നുന്നില്ലേ അതെ അതെ തീർച്ചയായും. എക്സ്പീരിയൻസ് ഉള്ള ഒരാളാ ഓടിച്ചോണ്ട് പോകുന്നെന്നുള്ളത് ഇല്ലേ? ആ നമ്മുടെ വീട്ടിലോട്ട് കയറി കട്ടക്കാൻ പിടിച്ചിട്ട് പോയാലോ? തീർച്ചയായിട്ടും കയറാം. അപ്പൊ ഇതല്ലേ വീട് ആണ് ഇങ്ങോട്ട് കയറി കാർ പൊടിച്ചിട്ടൊക്കെ ഇട്ടോ കൊണ്ട് കയറ്റി ഇട്ടിട്ട്. അപ്പൊ ഏതാ സാറേ? ഏതാ കീരാച്ചുണ്ടാ? കൂരാച്ചുണ്ട്. അവിടെ എന്നെ കൊണ്ടുവിടാല്ലോ, ധൈര്യം ഉണ്ടല്ലോ അല്ലേ? ഉറപ്പല്ലേ? ഇവിടെ വണ്ടി പഠിച്ചോണ്ടിരിക്കുന്നതാണ് ഓടിക്കുന്നത് തോന്നുന്നു. ഇല്ല ഇല്ല. വണ്ടി ചവിട്ടുന്നതെല്ലാം അറിയുന്നുണ്ടോ? പറയുന്നുണ്ട്. ഇല്ല ഇല്ല. നമുക്ക് ഭയങ്കര കയറ്റമായിട്ടൊക്കെ തോന്നിയത് എന്തായാലും തോന്നുന്നുണ്ടോ? ഇത് ഭയങ്കര, ഇത് എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ആണോ? അപ്പൊ അവിടെ പോയി ചായ ഉണ്ട്. അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കണം. സർപ്രൈസ് കൊടുക്കാം. നമുക്ക് പോയിട്ട് പോവാം. ഞാൻ കുറച്ചുണ്ട്. എന്റെ ഒത്തിരി ഇല്ല, ഇവിടുന്ന് ഒത്തിരി ഇല്ല. ശരിയുള്ളൂ. ഏത് വഴി? ഇങ്ങോട്ട് പോകുന്ന വഴിയാ? ഇത് നരിനടാന്ന് പറയും. നരിനടാ? അങ്കിളമ്മ എന്ന് വിളിച്ചേടാ. അല്ലെ വിളിക്കാം, നമുക്ക് സർപ്രൈസ് കൊടുക്കാം. അയ്യോ അത് വേണ്ട. നമുക്ക് ചേട്ടനെ കോഴിക്കോട് ഉണ്ടാക്കിയാലോ? അത്ര വേണോടാ. വീട് ഇവിടെ മുകളില്, റോഡിന് മുകളില്. വീഡിയോ എടുക്കുന്നുണ്ടോ? മോളാ പിടിക്കുന്ന കേട്ടോ വീഡിയോ. ഓക്കെ പോലെ ഹാപ്പി അല്ലേ? എന്നെ പോതില്ലേ? കോൺഫിഡൻസ് ഇല്ലേ? ഓക്കെ. അപ്പൊ എന്നെ കീരാച്ചുകൊണ്ട് വിട്ടിട്ട് എന്നെ പോവാണ്.